ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത് യു കെയിലെ ഞങ്ങളുടെ സമ്മർ തോട്ടത്തിലെ തക്കാളി ചെടികളുടെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ തക്കാളി എല്ലാം നല്ല വലുതായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഓരോ താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തക്കാളി കൃഷിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ യു കെയിലാണെന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴേലും നമ്മളൊന്ന് ആ ചെടിയുടെ അടുത്തൊന്ന് ചെല്ലണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മൊത്തം ചിലപ്പം ഈ ഇതുപോലത്തുള്ള ഇലകളായിരിക്കും വലിച്ചെടുക്കുന്നത്. കാരണം ഈ ഇലയിലോട്ട് ഇന്നിട്ട് ഈ ഊർജ്ജം മൊത്തം പോയിട്ട് കായൊക്കെ ഭയങ്കര ചെറുതായി പോവേ. അപ്പം നമ്മളൊരു 2-3 ദിവസം കൂടുമ്പോഴേലും ഇതുപോലെ നമ്മൾ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ട് ഇതുപോലെ വേണ്ട ചെറിയ ഈ ഇടയ്ക്ക് കാണുന്നത്, അതായത് നമുക്ക് ആ ചെടിക്ക് വേണ്ട ഊർജം കിട്ടാനുള്ള ഇലകൾ നിർത്തിയിട്ട് ബാക്കി എല്ലാം ഇലകളും നമ്മൾ കട്ട് ചെയ്ത് വിടണം. കാരണം ഇതിൽ ഞാൻ കാണിച്ചു തരാം, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലായി കട്ട് ചെയ്ത് കൊടുത്തു വിട്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ തക്കാളികളെല്ലാം നല്ല അടിപൊളിയായിട്ട് ആർത്തലച്ച് തക്കാളി ചെടികൾ വളർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം എന്താണ് ആ കൊടുക്കുന്ന വളം ഇവരാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രൂൺ ചെയ്യാന്നുള്ളതാണ് തക്കാളിക്കല്ല്. എത്രമാത്രം നമ്മൾ നല്ലവണ്ണം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നു അത്രയും നല്ല വിളവുകൾ നമുക്ക് കിട്ടുവേ. കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ, ഈ ഒരു ഇലയുടെയൊക്കെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമാണ്. അപ്പം ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുത്ത് ഇവരിലേക്കാണ് ഈ വളമെല്ലാം പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇലകളെല്ലാം അപ്പം നമ്മുടെ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഇലകളെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് വിടാനായിട്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു തണ്ടിനും ആ ഒരു ഇലയ്ക്കും, അതായത് ഇടയിൽ വരുന്ന ചെറിയ ആ ഒരു കിളുന്തുകളും നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് കൊടുത്തു വിടണേ. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ തക്കാളി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ കുറേ കട്ട് ചെയ്ത് എനിക്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ്. നിങ്ങൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഞാൻ അതിൻ്റെ താഴേന്ന് ഇതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താണ് നമുക്ക് വേണ്ട ഇതുപോലെ ഒരു നല്ലൊരു വിളവ് കിട്ടുന്നത്. അപ്പം എൻ്റെ തക്കാളി ചെടികളിലെല്ലാം ഞാൻ ആഴ്ചയിൽ 1 അല്ലെ 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തു വിടും കേട്ടോ. അപ്പം അതിൽ കൂടുതലും നല്ല പോലെ പൂവൊക്കെ ഉണ്ടായി ഒത്തിരി കായ വരാനായിട്ട്, ഓരോ ശേഖരത്തിൽ നിന്നും കായ്കളൊക്കെ വരാനായിട്ട് നല്ലൊരു സഹായമാണത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ കുറേ കൃഷി ചെയ്തിട്ട് കാര്യമില്ല, അത് ഇഷ്ടത്തോടെ അത് സ്നേഹത്തോടെ തന്നെ നമ്മളത് ചെയ്യണം. നമ്മുടെ ആ ഒരു പരിപാലനത്തിൽ കൂടിയാണ് നമുക്ക് നല്ല വിളവ് നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ നമ്മുടെ നാട്ടിലെ തക്കാളിയുണ്ട്. അപ്പം ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള തക്കാളിയാണ്. അതിനൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ നല്ല വളർന്നങ്ങ് മേളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ഒത്തിരി സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടം വരെ വെച്ച് തന്നെയാണ് നമ്മൾ നിർത്തുവാണ്. കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷേ ഇവരങ്ങ് വലിയതായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിതിനൊക്കെ ഒരു പന്തലിട്ട് വേണേൽ പന്തല സെറ്റ് ചെയ്ത് വേണേൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ എൻ്റെ തക്കാളി ചെടികൾക്കൊക്കെ ഞാൻ കൂടുതലും കൊടുക്കുന്നത് ടൊമാറ്റോ ഫീഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ പൂവൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും. ആദ്യത്തെ ഒരു വളർച്ച ഘട്ടത്തിലാണ് ഞാൻ നൈട്രജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കോഴിവളവും അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള കിച്ചൺ വേസ്റ്റുകൾ, അതായത് നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളും പഴുത്തോലിയും അതെല്ലാം ഇതിലേക്ക് ഇടയ്ക്ക് ഈ മണ്ണിലോട്ടൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ടൊമാറ്റോ ഫീഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അത് ആഴ്ചയിലൊന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആ ഒരു കണക്കിന്. അപ്പോൾ അത് നല്ലവണ്ണം പൂ വരാനും പൂവുണ്ടായി കായൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സീവീഡാണ്. ലിക്വിഡ് സീവീഡ് വാങ്ങിക്കാൻ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോണിക്കാണ്. അതായത് നമ്മുടെ ചെടികൾക്കൊക്കെയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ലിക്വിഡ് സീവീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്കത് സ്പ്രേ ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം കറക്റ്റായിട്ടുള്ള പ്രൂണിങ്ങും അതുപോലെ നല്ല തക്കാളിക്ക് സത്യം പറഞ്ഞാൽ വലിയ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വളക്കൂറുള്ള മണ്ണിൽ ഇവിടെയൊക്കെ തക്കാളി നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ഒരു മണ്ണിലുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് കൂടുതൽ ഇത് വിളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ യു കെയിലെ ഞങ്ങളുടെ സമ്മർ തോട്ടത്തിലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.